friends, let's get familiar with some English sentences. Learn, observe and speak. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, നീ എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നീ പോയിട്ടുണ്ടാകും, ഇതൊക്കെ എങ്ങനെ പറയാം? അതിനാണ് മേ ഹാവ് വെച്ച് പറയാം. അപ്പം അതിൻ്റെ കൂടെ വേർബിൻ്റെ തേർഡ് ഫോം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ പറയും, നീ എഴുതിയിട്ടുണ്ടാകും, യു മേ ഹാവ് റിട്ടൺ, യു മേ ഹാവ് റിട്ടൺ. ഞാൻ അവളുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടാകും, ഐ മേ ഹാവ് ടോൾ ഹെർ പ്രോബ്ലം, ഐ മേ ഹാവ് ടോൾ ഹെർ പ്രോബ്ലം. ഇനി നീ അതെടുത്തിട്ടുണ്ടാകും, നീ അതെടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നീ എടുത്തിട്ടുണ്ടാകും, യു മേ ഹാവ് ടേക്കൺ. ദെൻ യു ക്യാൻ ആഡ് സംതിങ് ടു ക്രിയേറ്റ് യുവർ ഓൺ സെൻറ്റൻസസ്. നിങ്ങൾക്ക് തന്നെ സെൻറ്റൻസ് ഉണ്ടാക്കാം, ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് പിടികിട്ടിയാലല്ലേ. അപ്പം യു മേ ഹാവ് ടേക്കൺ ഹെർ പെൻ, നീ അവളുടെ പാൻ എടുത്തിട്ടുണ്ടാകും. നീ അവളുടെ ബുക്ക് എടുത്തിട്ടുണ്ടാവും, യു മേ ഹാവ് ടേക്കൺ ഹെർ ബുക്ക്. നീ അവളുടെ മൊബൈൽ എടുത്തിട്ടുണ്ടാവും, യു മേ ഹാവ് ടേക്കൺ ഹെർ മൊബൈൽ. ഇനി നീ അത് കണ്ടിട്ടുണ്ടാകും, യു മേ ഹാവ് സീൻ ഇറ്റ്. നീ ആ പാർക്ക് കണ്ടിട്ടുണ്ടാവും, യു മേ ഹാവ് സീൻ ദ പാർക്ക്. ഓക്കെ.